എന്നെ ഇറക്കി വിടണ്ടോ? എനിക്കിന്ന് ടെസ്റ്റ് ഉള്ളതാ. നീ ആര്? സച്ചിൻ ടെണ്ടുൽക്കറോ ടെസ്റ്റിന് പോവാൻ? ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാലോ. പുതിയ ജനറേറ്റർ അല്ലേ, ജനറേഷൻ. ജനറേഷൻ എന്നും പറയും. സോ ഈ വട്ടം ഞാൻ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ മനസ്സിൽ എന്താണ് അറിയാനും കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ആളിനെ അത് ഫീഡ് ചെയ്യിപ്പിച്ചു. നാ കൂടി കൈവച്ചല്ല വായി വെച്ച്. ഹലോ, നിപ്പിളിട്ട് തരട്ടെ. പ്രേമം അഭിനയിച്ച് ആദ്യം നമുക്ക് കാപ്പി, ചായ, ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരും. ഈ പശുവിന് പുല്ലും വൈക്കോലും ഒക്കെ ഇട്ട് കൊടുക്കല്ലേ, അതുപോലെ. അപ്പൊ ആ 2 ടെസ്റ്റും പാസ്സായി. ആള് പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് ക്യാരി ചെയ്യുക. ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്. ഓ, ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമാ. I was very confused and അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തു. ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് മൂഡ് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും കൂടെ ആള് പാസ്സായി. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കും. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് ആൾക്കറിയാം. അവിടെ 4 ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു. വിച്ച് വാസ് അഗൈൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു. 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഈ ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. സുരേഷ് ചേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷ് ചേട്ടൻ്റെ ലൈഫ്. സ്ലോ സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് എന്റെ ലൈഫ്. അത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എന്റെ കയ്യിൽ എടുത്ത് വെച്ചിരുന്നു. പിന്നെ അവിടെ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എല്ലാ ആളുടെ കൊടുത്തു. ഫൈനൽ ടെസ്റ്റ് ആണ്. ആൾ എന്നെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്സായി. ഇവൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ പലരുടെയും കോഴ്സ് നേരത്തെ പൂർത്തിയാകും. നീ ആ കയ്യങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. ആൻഡ് നമ്മളിത് പിന്നെ ഒരു കേക്കും കൂടെ മേടിച്ചു. 90 rupees ആയിരുന്നു. വിച്ച് വാസ് വെരി യമ്മി. ആൻഡ് നമ്മൾ തിരിച്ചു പോകണ ഒരു മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. എന്നെ കൊണ്ട് തൊടിയിക്കണില്ല, പിന്നെയാണ് വേറെ വലയിൽ വീഴുന്നൊരു വിചാരിക്കും ഇപ്പൊ നടക്കുമെന്ന്, പക്ഷെ ഒന്നും നടക്കില്ല. ഫസ്റ്റ് ടച്ച് ആയിരുന്നു. എനിക്കത് ഭയങ്കര നാണം വന്നു. ബട്ട് ഓൾ ടുഗദർ ഇറ്റ് വാസ് വെരി ഫൺ. വെരി ഫണ്ണി. അടുത്ത റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് 0 ഈഗോ. ഇവിടേക്ക് ഏത് നേരത്തെ സമയം എനിക്കറിയാൻ മേല. ഡേറ്റ് December 26. അല്ല, അന്നാണല്ലോ ഈ സുനാമിയൊക്കെ ഉണ്ടായത്. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. എന്ത് സല്യൂട്ടാ? മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. ഓഫ്കോഴ്സ് ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. എന്തൊക്കെ ചടങ്ങാണല്ലേ? വെരി ഇൻട്രസ്റ്റിംഗ്. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഓഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. ഇത്ര പറ്റാത്തവരെന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? കയ്യിലുള്ള പൈസ തീർന്നപ്പോഴാണ് മനസ്സിലായതല്ലേ? എന്നിട്ടും മനസ്സിലായില്ല. ലോണുകൾ എടുത്ത് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. ഒടുവിൽ ലോൺ കിട്ടാതായപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ആ ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ പടാപ്പാട് പെട്ടോണ്ടിരിക്കുക. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.